ചൂടാൻ മോഹമോ മിടുമിടുക്കി നല്ല മുല്ലപ്പൂ ചൂടി വളക്കിലുക്കി അവൾ വെളിപ്പെണ്ണായി കുഴലൂതാനായി കാറ്റേ പോരുമോ മിന്ന മിന്നി കുഞ്ഞല്ലേ മഞ്ഞോളും മനസ്സല്ലേ താലിപ്പൂ ചൂടാൻ മോഹമോ ഭ്രാന്ത് പിടിച്ച പെങ്ങളെ ഒരുത്തന്റെ തലയെ കെട്ടി വെച്ചാ രക്ഷപ്പെട്ടല്ലോ അല്ലേ? ചങ്ങലക്കിടണേ ഇതിനൊക്കെ. സാറിന്റെ ശരീരമേ വളർന്നിട്ടുള്ളൂ, മനസ്സാ കൊച്ചിന്റെ പകുതി പോലും വളർന്നിട്ടില്ല. മനസ്സിൽ നന്മയും കരുണയും ഒന്നുമില്ലാത്ത നിങ്ങളെ കൊണ്ട് പോയാലേ വല്ല ടിപ്പർ ഓടിച്ച് ഞാനും തട്ടിപ്പോവും. എനിക്കുണ്ടായിരുന്നു അങ്ങനെ ഒരു പെങ്ങള്, എന്റെ മായക്കുട്ടി. അവളെ മറ്റുള്ളവർ കളിയാക്കുമ്പോ നീറിക്കൊണ്ടിരുന്ന എന്റെ നെഞ്ച. നമുക്ക് ഈ മനസ്സുജനത്തിനെ ആലോചിച്ചാലോ? പഠിപ്പും പണവും പദവിയും ഒന്നും നോക്കണ്ട, ആ മനസ്സ് നമ്മൾ നേരിക്കേണ്ടതല്ലേ. നിങ്ങളുടെ കുട്ടിമണി എനിക്ക് തരുമോ? സൂപ്പർ പാട്ടാ. എനിക്കെന്തിനാ മോളെ ഇത്? കുട്ടിമണിയുടെ കാര്യത്തിനാ. പൊന്നണിഞ്ഞു തന്നെ വേണം അവള് പതിവായിട്ട് നിൽക്കാൻ. 5-10 പവൻ പോയെന്ന് വെച്ചെന്താ? രവിയുടെ പെങ്ങക്കല്ലേ, അവര് പിടിച്ചു പറിച്ചൊന്നുമല്ലല്ലോ. നിന്റെ മോള് മനസ്സോടെ കൊടുത്തതല്ലേ. അത്തരം മനസ്സൊന്നുമേ എന്റെ മോൾക്ക് വേണ്ട. നീ എന്താ മദർ തെരേസയ്ക്ക് പഠിക്കാണോ? ഒരു ദാനധർമ്മിഷ്ട. അമ്മ ആ സ്വർണ്ണം എല്ലാം കൂടി എടുത്തങ്ങ് വീഴുന്നു. അല്ല പിന്നെ അച്ഛാ, മറ്റന്നാളാണ് കുട്ടിമണിയുടെ കല്യാണം. അച്ഛൻ വരത്തില്ലേ? വരണമെന്നുണ്ട്, പക്ഷെ അച്ഛൻ ഒരാഴ്ച ഇവിടെ ഇല്ല മോളെ. കൽക്കട്ടക്ക് പോവാ. നിന്റെ അമ്മ വരും. എന്റെ പട്ടി പോവും. ഇത്തരം വിഷജന്തുക്കളെ ഒരു നല്ല ചടങ്ങിൽ ഇല്ലാതിരിക്കുന്നതാ മോളെ ഐശ്വര്യം. കല്യാണം നടക്കട്ടെ, അച്ഛൻ തിരിച്ചെത്തിയിട്ട് വരാം. അപ്പോ അമ്മ വരത്തില്ല അല്ലേ? ഇല്ലെന്ന് പറഞ്ഞില്ലേ? ശരി, ഇനി പൊന്നെ പൊടിയെന്നും പറഞ്ഞങ്ങ് വാ. അന്നേരം വാ ബാക്കി. കാഴ്ച വേണ്ടി നിൽക്കാതെ രവിയേട്ടൻ വരുന്നുണ്ടോ? വാ പോവാം. ഞാനും പെങ്ങളും പറ്റിയ നാളെ തന്നെ അങ്ങ് വന്നേക്കാൻ പാല. എന്നാലും ഈ ഒരു നിസ്സാര കാര്യത്തിന് ഇവിടെ വരെ വരേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ഒന്ന് വിളിച്ചു പറഞ്ഞാൽ പോരായിരുന്നോ? പോരായിരുന്നോടി. അതല്ലല്ലോ അതിന്റെ ഒരു ശരി. അവിടെ ഒരു വിശേഷം നടക്കുമ്പോ ഇവിടെ നേരിട്ട് വന്ന് വിളിക്കണ്ടേ? ഓ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നുമില്ല. വിളിച്ചില്ലെങ്കിലും ഞങ്ങൾ വരും. അല്ലയോ പെങ്ങളെ? അതെ അതെ. ഇങ്ങോട്ട് നടന്നു വരുന്ന വഴിക്കേ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ പരിചയപ്പെട്ടു കേട്ടോ. എന്നിട്ട് അയാൾ എന്തെങ്കിലും പറഞ്ഞോ? എന്തു പറയാൻ, ഇതാണല്ലേ ബാലേന്ദ്രൻ എന്ന് ചോദിച്ചു പരിചയപ്പെട്ടു. അല്ല, ഒന്നും ഉണ്ടായിട്ടല്ല, ആളൊരു അസൂയക്കാരനാ. പിന്നെ നമ്മളോട് അത്ര രസമല്ല. പണ്ടൊരു കലുങ്ക് പണിക്കിടെ അഴിമതി നടത്തിയപ്പോ അത് വിളിച്ചു പറയാനും ആളെ കൂട്ടാനും മുമ്പ് ചെയ്യുന്നത് ഞാനാ. നമുക്കിറങ്ങാം. അവിടെ ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങളുള്ളതല്ലേ. നാളെ ഒരു ദിവസം കൂടെ അല്ലേ ഉള്ളൂ. എന്നാ ശരി. ശരി അമ്മേ. പഞ്ചായത്ത് പ്രസിഡന്റിനോട് കിന്നരിക്കാൻ പോയെന്ന് ഇത്ര പൊട്ടിയാണോടി നീ? അമ്മാവ, ഞാൻ അല്ലെങ്കിൽ തന്നെ ചങ്ക് പൊട്ടിയ ഓരോ ദിവസവും കഴിയുന്നത്. ഓ, നിനക്ക് മാത്രമല്ലേ ഉള്ളൂ ചങ്കും കരളും മത്തങ്ങയും ഒക്കെ. ഒരു കാര്യം തള്ളയോട് മോളോടുമായി ഞാൻ പറഞ്ഞേക്കാം. ബാലൻ ഈ നാട്ടിൽ വരരുത്. ഇവിടെയുള്ള ആരുമായിട്ട് ചങ്ങാത്തം കൂടരുത്. അങ്ങനെ വന്നാൽ തീർന്നു അതോടെയല്ല. ഓർത്തോളൂ. ഞാൻ ഇറങ്ങട്ടെ അമ്മാവ. എന്തായാലും ഇത് മതി. നാളെ കൊണ്ട് ഈ നാട്ടിൽ നിന്ന് ആ ബാധ ഒഴിഞ്ഞു പോവുകയല്ലയോ? അതാ സമ്മാനം വാങ്ങിയേക്കാവെന്ന് കരുതിയത്. ചേച്ചി ആരുടെ കാര്യം പറയണേ? അവളുടെ ആ 3 മണിയുടെ. ഓ, അതിന്റെ. എന്റെ രമേശ, അവിടെ പെണ്ണുകാണലും മുടങ്ങിയപ്പോഴേ അവളുടെ പെറ്റ തള്ളയേക്കാൾ സങ്കടം ഉണ്ടായത് എനിക്കാ.
പക്ഷേങ്കിലേ ദൈവം ഡ്രൈവറുടെ രൂപത്തിൽ അവതരിച്ചു. ആ ഇനി ഈ നാട്ടിലെ പിള്ളേർക്ക് അവിടെ പല്ലിനെ പേടിക്കണ്ടല്ലോ. അത് ശരിയാ. അറിഞ്ഞോ എന്നതാ മെമ്പറെ? ഇടിയാ 3 മണിയായി, അവിടുന്ന് കൊണ്ടുപോകുന്നില്ല. പിന്നെ പയ്യൻ വയലോരം വീട്ടില് ദത്ത് നിൽക്കുകയാണെന്ന്. ഫസ്റ്റ് രമേശ, സമ്മാനം വേണ്ട. അപ്പൊ ഇനി മോൾ എല്ലാവർക്കും ദക്ഷിണ കൊടുത്തേ. എന്താ ചെമ്പറേ ഭക്ഷണോ? ഫസ്റ്റ് ഇതെന്നതാ വയറ് മാത്രമുള്ള ജീവിയോ? ദക്ഷിണ ദക്ഷിണ ആദ്യം അച്ഛനെ ഓർത്ത് വയ്ക്കണം. പിന്നെ അപ്പച്ചി, ചേട്ടന്മാര്, ചേട്ടത്തിമാര്, മെമ്പർ അണ്ണൻ, പിന്നെ അമ്മ. അച്ഛേ അപ്പച്ചമ്മ അയ്യോ എനിക്ക് വയ്യേ, ഇനി കുനിയ ഞാൻ വളഞ്ഞു പോവേ. എന്റെ അമ്മ സാരമില്ല, ഇനി താലികെട്ട്. അതിനു മുമ്പേ ഈ പഞ്ചായത്തിലെ ഏറ്റവും പ്രമുഖ വ്യക്തി എന്നുള്ള നിലയിലും പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിലും അതിപ്രശസ്തനായ കർമ്മധീരനായ മെമ്പർ സുകുമാരനെ, അതായത് എന്നെ, ഞാൻ ആശംസാ പ്രസംഗത്തിനായി ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു, താങ്ക് യു. കുട്ടിമണിയുടെ കല്യാണം ഈ നാടിന്റെ കല്യാണമാണ്. കുട്ടിമണിയുടെ കല്യാണം ഈ നാടിന്റെ ആവശ്യമാണ്. ഒരു നാടിനെ അപ്പാടെ കിടുകിടാവർ നാടിന്റെ ഓമനയായ കുട്ടിമണിയെ കെട്ടി ഒരു നാടിനെ രക്ഷിച്ച ചാവേർ പോരാളി ഓക്സിജനും ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹാരം ചെയ്തുകൊള്ളുന്നു. അതാ നല്ലത്, അല്ലെങ്കിൽ പെണ്ണിപ്പം മെമ്പറെ സംഹരിച്ചേനെ. അങ്ങോട്ടിട്ട് പിന്നെ എല്ലാ കാര്യത്തിനും ഉണ്ടല്ലോ ഒരു നീതി വേണം. എല്ലാം പിന്നെ ഞാൻ ഇടപെട്ടത് കൊണ്ടാണ്. അല്ല മെമ്പറെ, ഒരു കാര്യം ശ്രദ്ധിച്ചോ? കല്യാണം കഴിഞ്ഞോടെ പെണ്ണിന് ബുദ്ധി വെച്ചെന്നാ എനിക്ക് തോന്നുന്നത്. അയ്യോ എന്റെ ശാന്തി, അതല്ലേലും അങ്ങനെ തന്നെ. കല്യാണം കഴിയുന്നതോടെ എല്ലാ പെണ്ണുങ്ങളും ഭയങ്കര ബുദ്ധിമതികളാകും, ആണുങ്ങളോ മഹാമണ്ഡന്മാരും. മനസ്സിലാ, ഞാനേ ഒരു കൂട്ടം കാര്യം പറയാവേ. എന്താ? അതെ, നമുക്കിപ്പോ സാറ്റ് കളിച്ചാലോ? ഞാൻ എന്നാവേ മനസ്സിലും പോയി ഒളിച്ചാണേ. 1 2 3 10 4 5 8 10 11. പിന്നെ ആ പശുകൂടിന്റെ അപ്പുറത്ത് പോയി ഒളിച്ചാൽ മതി, അതാവുമ്പോ എനിക്ക് കണ്ടുപിടിക്കാൻ. അയ്യോ സാറ്റൊന്നും ഇപ്പൊ വേണ്ട, നാളെ. അയ്യോ പിന്നെ പെണ്ണയ്യാനാ, നമുക്ക് മണ്ണപ്പം ഉണ്ടാക്കാം. അതും നാളെ. ഓ പിന്നിപ്പോ എന്തോ ചെയ്യുന്നേ? കോളാമ്പി പൂനത്ത് വണ്ടിനെ പിടിച്ചിട്ട് റേഡിയോ കേൾപ്പിക്കട്ടെ. പാവാടയും ബ്ലൗസും മതിയായിട്ട് ഇത് ചോറിച്ചില്ല. കുട്ടിമണി എന്താ അല്ലേച്ചി, ഞങ്ങളെ സാറ്റ് കളിക്കുവായിരുന്നു. കളിച്ചോ? എന്നാലും ആളുകളുടെ മുന്നിലൂടെ മനസ്സിനെ കൊണ്ട് ഇങ്ങനെ ഓടി നടക്കല്ലേ, നാണക്കേടാ. അതെന്നാ, മനസ്സിജൻ എന്റെ കൂട്ടുകാരനല്ലേ? അതെ,
കൂട്ടുകാരൻ തന്നെ. പക്ഷെ കല്യാണം കഴിഞ്ഞതോടെ വലിയ കുട്ടിയായില്ലേ മോള്? എനിക്ക് വലിയ കുട്ടി ഒന്നാണ്ട്, എനിക്ക് കുട്ടിമണി ആയാ മതി. അത് ഈ വല്യച്ച് പറയുവാണേ, നമ്മളെ ഈ മുറ്റത്തൂടെ ഓടിയാലേ നാണക്കേടാണ്. ഓടട്ടെ ഓടട്ടെ, പാവം ഇനി എന്തുമാത്രം ഓടാൻ കിടക്കുന്നു. റൺ കേരള റൺ. നെഞ്ചു നിറയെ സന്തോഷമുണ്ട്. എങ്ങനെ എങ്ങനെ തിരിച്ചു തരുമെന്ന ഈ കടപ്പാട്. എന്താ ഏട്ടാ ഇത്? എപ്പോഴും ഇത് പറഞ്ഞ് ബോറാക്കല്ലേ. നിങ്ങളെപ്പോലെ രണ്ടളിയന്മാരെ ഇടത്തും വലത്തും ഉള്ളപ്പോൾ എനിക്കൊന്നും പേടിക്കാനില്ലെന്നൊരു തോന്നല. അച്ഛനുണ്ടായിരുന്നെങ്കിൽ ഒത്തിരി സന്തോഷമായേനെ. മരിക്കുന്ന നിമിഷം വരെ ഒരു സമയം വെറുതെ ഇരുന്നിട്ടില്ല ഞങ്ങളുടെ അച്ഛൻ. ഒരു പിടി മണ്ണ് പോലും വെറുതെ കിടക്കരുതെന്ന് പറയുമായിരുന്നു. അതിനു മീതെ ഒരു പച്ചപ്പ് വേണമെന്നും. ഞാനും ആ പക്ഷക്കാരനാ ചേട്ടാ. ഒന്നും വെറുതെ കളയരുത്, അതാണ് എൻ്റെ പോളിസി. ഏത് മണ്ണിനടിയിലാ കനകമെന്ന് ആർക്കറിയാം. അല്ല, ഏട്ടത്തിമാരെ കണ്ടില്ലല്ലോ. മതി ലാപ്ടോപ്പിന് മുന്നിലാവും. ഒരുപാട് ഫേസ്ബുക്ക് ഫ്രണ്ട്സ് ഉണ്ട്, ചാറ്റിങ്ങിലാവും. സീത കുട്ടിമണിയുടെ അടുത്ത് കാണാം. നിങ്ങൾ സംസാരിച്ച് നിൽക്കേ, 1-2 മെയിൽ ചെക്ക് ചെയ്യാനുണ്ട് എനിക്ക്. ശരി. ആ അമ്മേ, ചുക്കാപ്പയാണോ? അതെ മക്കളെ. ആ മോനോട് എന്തു പറയണമെന്ന് എനിക്കറിയില്ല. എന്ത് പറഞ്ഞാലും നന്ദി പറയല്ലേ അമ്മേ. അത് പറയാതിരിക്കാൻ പറ്റുമോ മോനെ? ഒരു വീടിനെയാ മോൻ രക്ഷിച്ചത്. ഇനി ഈ വയലോരം വീടിന്റെ ഏറ്റവും വേണ്ടപ്പെട്ട ആളാ മോൻ. അയ്യോ ബാല, അമ്മയ്ക്കിപ്പോ 2 അല്ല 3 ആൺമക്കളുണ്ടെന്നൊരു തോന്നൽ. ഇതെന്താ ഫാനിടാൻ മറന്നോ? മനസ്സിനുമായിട്ട് സംസാരിക്കായിരുന്നു. എന്ത് പറഞ്ഞാലും തീരുവോ നമുക്ക് മനസ്സിനുമായിട്ടുള്ള കടപ്പാട്? അതെ. പഠിത്തം കുറവാണെങ്കിലും ഭയങ്കര അറിവാ മനസ്സിന്. പറയുന്ന കാര്യങ്ങളിലൊക്കെ ഭയങ്കര അർത്ഥങ്ങളാ. അറിയാം. ആ അത് മതിക്കെങ്ങനെ മനസ്സിലായി? അത് ഡ്രൈവറായി ജോലി ചെയ്യുന്ന ആളല്ലേ, ഒരുപാട് ലോകങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒരുപാട് ആളുകളെ. അത് കറക്റ്റ്. എന്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷമുള്ള ദിവസമാണ്. എന്റെയും. എനിക്കറിയാം പൊന്നെ, രവിയേട്ടന്റെ സന്തോഷമാ നിനക്ക് ജീവിതത്തിലെ ഏറ്റവും വലുതെന്ന്. അമ്മ പറയായിരുന്നു, എന്റെ കലമോള് കാരണ കുട്ടിമണിക്കൊരു ജീവിതം ഉണ്ടായെന്ന്. കേട്ടപ്പോ എനിക്ക് എന്തുമാത്രം സന്തോഷം ഉണ്ടായിരുന്നു. ഈ കല്യാണം നടക്കേണ്ടത് എന്റെ ആവശ്യമായിരുന്നു. രവിയേട്ടന്റെ മനസ്സിന് സന്തോഷം തരേണ്ടതും ഞാനല്ലേ. എന്റെ പൊന്നെ, രവിയേട്ടൻ എത്ര ഭാഗ്യവാനാ. സ്വർണത്തിന് സുഗന്ധം വെച്ച പോലെ ഒരു പെണ്ണിനെയല്ലേ എനിക്ക് ഭാര്യയെ കിട്ടിയത്. എന്തു പറ്റി? മതി. എന്തോ ഒരു തലവേദന പോലെ. ആശുപത്രി പോണോ? വേണ്ട. പോവാ മതി. വേണ്ട രവിയേട്ടാ, ഇത്തിരി ബാം പുരട്ടിയാ മതി. ഞാനെന്നപ്പോ എന്തെങ്കിലും ഗുളിക വാങ്ങിക്കൊണ്ട് വരാം. അല്ലെങ്കിൽ ഈ ചുക്കാപ്പി കുടിക്കേ. ഈ രവിയേട്ടന്റെ ഒരു വെപ്രാളം. എന്റെ പൊന്നിന്റെ ഒരു മുടിനാര് പൊട്ടുന്നത് പോലും രവിയേട്ടന് സഹിക്കില്ല. ഞാൻ തനിയൊന്ന് കിടന്നോട്ടെ ഇവിടെ. രവിയേട്ടാ, ആ ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്യ് പ്ലീസ്. അല്ല ശാരദേ, എങ്ങനാ പെണ്ണിന്റെ കാര്യങ്ങള്? എന്ത് കാര്യം? ഓ, ഇങ്ങനെ ഒരു പൊട്ടി. എടി, പെണ്ണിനെ ഇന്ന് എവിടെ കിടത്തുവന്ന്? മുറി ഞാൻ ശരിയാക്കിയിട്ടുണ്ട് അപ്പച്ചേമ്മേ, മനസ്സിനും കുട്ടിമണിക്കും വേണ്ടി. അയ്യോ, രണ്ടിനെയും കൂടെ ഒന്നിച്ചു കിടത്താനോ? അങ്ങനെയല്ലേ വേണ്ടത്. അതെങ്ങനെ ശരിയാവും പെണ്ണെ? പാതിരാത്രി ആവുമ്പോ പെണ്ണ് അമ്മയെന്ന് പറഞ്ഞ് കരഞ്ഞു വിളിച്ചിറങ്ങി വരും. അവള് സിജന്റെ മുറിയിലല്ലേ നാത്തൂനെ കിടക്കേണ്ടത്? വേണ്ടെന്ന് ആര് പറഞ്ഞു? ഒന്ന് പഴകിയിട്ട് പോരെന്നാ എന്റെ ചോദ്യം. നമുക്കിന്ന് തന്നെ നോക്കാം. ഒരു കുഴപ്പം ഉണ്ടാവില്ലെന്ന എന്റെ ഒരു തോന്നല്. മനസ്സിനെ കുട്ടിമണിക്ക് അത്രയ്ക്ക് ഇഷ്ടമാ. പകല് ഞാൻ കണ്ടതല്ലേ അവളുടെ ചിരിയും കളിയും സന്തോഷവും ഒക്കെ. എന്നാലും നമുക്കൊന്ന് നോക്കാം. കാര്യങ്ങളൊക്കെ കുട്ടിമണിയോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അന്നേരം ഇടപെടാം. ഞാൻ പറഞ്ഞെന്നേ ഉള്ളു, നോക്ക്. എന്നെ പിന്നെയും കല്യാണം കഴിക്കാൻ പോവാ? അല്ല, കല്യാണം കഴിഞ്ഞതല്ലേ ഉള്ളൂ, അതാ. കുട്ടിമണി ഇന്ന് മുതൽ ഇവിടെ കിടക്കുന്ന. അയ്യോ, തനിച്ചോ? എനിക്ക് പേടിയാ. പാതിരാക്കാവിലെ
ഒറ്റയ്ക്കല്ല, മനസ്സിലുണ്ട് കൂടെ, മോളുടെ കൂട്ടുകാരാ. എന്നാ പിന്നെ വല്യേച്ചി ഇവിടെ കിടന്നു. അയ്യോ, അതെങ്ങനെ പറ്റും? ഇവിടെ രണ്ടുപേർക്കല്ലേ കിടക്കാൻ പറ്റൂ. മനസ്സിന് മോളോട് ഭയങ്കര ഇഷ്ടമാ. ഇപ്പോ മനസ്സിനാ മോളെ ഏറ്റവും ഇഷ്ടം. മനസ്സിനുള്ളപ്പോഴേ ഒരു രക്ഷയും വരത്തില്ല. യക്ഷിക്കും പ്രേതത്തിനൊക്കെ മനസ്സിനെ പേടിയാ. ആ എന്താ ഏട്ടത്തി അനിയത്തി കൂടെ എന്നെ കുറിച്ചൊരു സംസാരം? മനസ്സിനടുത്തുണ്ടെങ്കിലേ ഒരു ഭൂതവും പിടിക്കാൻ വരത്തില്ലെന്ന് ഞാൻ കുട്ടിമണിയോട് പറയായിരുന്നു. എല്ലാ ഭൂതങ്ങളെയും ഓടിക്കാൻ പറ്റിയൊരു മന്ത്രം എനിക്കറിയാം. ഞാനത് കുട്ടിമണിക്ക് പഠിപ്പിച്ചു തരാമേ. ഏട്ടന്മാരുടെ അച്ഛന്റെയും അമ്മയുടെയും കൂടെ മാത്രം ഉറങ്ങി ശീലിച്ച കുട്ടിയാ. എനിക്കറിയാം സീതേച്ചി, ഞാൻ നോക്കിക്കോളാം. കുട്ടിമണി, വല്യേച്ചി പോവാണേ. വഴക്കൊന്നും ഉണ്ടാക്കാതെ നല്ല കുട്ടിയായിട്ടിരിക്കണം. ശരി. വല്യേച്ചി, ഉമ്മ, ഉമ്മ. ടാറ്റാ, ടാറ്റാ, ടാറ്റാ. എന്താ മനസ്സിലാ നോക്കുന്നേ? ഏയ് ഒന്നുമില്ല. ഈ വേഷത്തിൽ കുട്ടുവിനെ കാണാൻ നല്ല ഭംഗിയുണ്ട്. ആ, നല്ല സുന്ദരി കുട്ടി. എന്റെ അച്ഛൻ പറയും ഞാൻ ഈ വേഷത്തിലെ രാജകുമാരിയാന്ന്. ആണോ? എന്റെ കുട്ടു ഒരു രാജകുമാരി തന്നെ. അയ്യോ, എനിക്ക് വയ്യ. പിന്നെ നാളെ നമുക്ക് മാടൻകോലി പോണേ. അതിന്റെ അപ്പുറത്താണ് പൊന്നാച്ചിപ്പാടം. അവിടെ പന്തുകളിയുണ്ട്. മോനും സോനും കല്യാണം ഒക്കെ വരും. നമുക്ക് പോവാം. ഞാൻ പറയാ. ഹലോ താരാ, ഞാൻ കുട്ടിമണിയാണേ. അവിടെ സുഖാണോ? ഇവിടെ സുഖാണേ. ചോറുണ്ടോ? ഇവിടെ മോരുണ്ടായിരുന്നു. ആ, അപ്പൊ വിളിക്കാട്ടാ. തന്നെ കുട്ടു, ഞാൻ ഒരു കാര്യോട് പറയട്ടെ. ആ ഫോണിന് തന്നെ. അതിനകത്തൊരു സൂത്രം കാണിച്ചു തരാം. ഒരു സൂത്രം ഉണ്ട് അതിനകത്ത്. ഉറങ്ങണ്ടേ? കഥ പറഞ്ഞു തന്നോ ഞാൻ ഉറങ്ങാം. കഥയോ? ആ, അപ്പൊ പിന്നെ അമ്മമ്മയും പായസം വെക്കാൻ കാട്ടി വിറകിന് പോയില്ലേ, അന്നേരം കരടി വന്നില്ലേ, ആ കഥ. കുട്ടി കണ്ണടച്ച് കിടന്നോ? ഞാൻ കഥ പറഞ്ഞോളാം. മുഴുവനും പറയണേ. ആ, മുഴുവനും പറയാം. കിടന്നു. ഒരിടത്തൊരിടത്ത് ഒരു അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടായിരുന്നു. ആ അപ്പൂപ്പനും അമ്മൂമ്മയും ഉണ്ടല്ലോ. ഉണ്ടായിരുന്നു. ആ അപ്പൂപ്പനും അമ്മൂമ്മയും എന്ത് ചെയ്തു? വിറകിന് കാട്ടിപ്പോയിട്ടേ. പോയിട്ട് അത് പിന്നെ വിറകൊടിച്ചോ? ആ വിറകൊടിച്ചു. എന്തിനാ വിറകൊടിക്കുന്നേ? വിറക് പായസം വെക്കാനാണോ? എന്നിട്ട് കരടി വന്നോ? ആ കരടി വന്നു. പായസം അവര് പായസം വെച്ച് കഴിച്ചോണ്ടിരുന്നപ്പോഴാ കരടി വന്നത്. പായസം കുടിച്ചിട്ട് കരടിക്കും കുറച്ച് കൊടുക്കാൻ പറ. പിന്നെ പായസം കരടിയെ കൊല്ലും ഞാൻ. എന്താ ഈ നേരത്ത്? എനിക്ക് മനസ്സിനോടൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇപ്പോഴും? നാളെ പറഞ്ഞാ പോരെ? പോരാ, ഇപ്പൊ തന്നെ പറയണം. പറഞ്ഞേ പറ്റൂ. ഉറങ്ങിയായിരുന്നോ? ഇല്ല. ഞാൻ കുറെ വിളിച്ചിരുന്നു. കണ്ടല്ലോ. പറയാനുള്ളത് എന്തായാലും ആരോടായാലും പറയാതെ കിടന്നാൽ എനിക്ക് ഉറക്കം വരത്തില്ല. അതാ ഈ ബെഡിൽ ഞാനിരിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ. ആഹാ, പൂവൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. മനസ്സിജം വെച്ചു കൊടുത്താണോ? അല്ല, സീത എടുത്തി.
ബുദ്ധിയില്ലെന്നേ ഉള്ളൂ. കുട്ടിമണി നല്ല സുന്ദരിയാ അല്ലേ മനസ്സിജ? ടാക്സി ഡ്രൈവർ മനസ്സിജൻ ആദർശധീരൻ, സത് സ്വഭാവി, ബയലോരം വീടിന്റെ പുതിയ വിളക്ക്. ഞാൻ പറയട്ടെ, എന്തൊക്കെ കഥകളാ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്നത്. ഒന്നും പിടിയിട്ടാതെ വയലോരം വീട്ടിലെ പാവങ്ങൾ. കുട്ടിമണിയെ കാണാനായി ഒരു ചെക്കൻ വരുന്നു, ചെക്കന്റെ കൂടെ ആദർശധീരനായ ഒരു ഡ്രൈവർ വരുന്നു. ചെക്കന് കുട്ടിമണിയെ വേണ്ട, ഡ്രൈവർ പിന്നെ കുട്ടിമണിയെ ചോദിച്ചു വരുന്നു. നിന്ന് നിൽപ്പ് കെട്ടുന്നു. എനിക്ക് വയ്യ. എന്നിട്ട് എന്ത് തീരുമാനിച്ചു? വയലോരം വീട്ടിലെ പുതിയ ഹീറോ ബുദ്ധിയില്ലാത്ത സുന്ദരിയും കെട്ടിപ്പിടിച്ച് സുഖമായിട്ടങ്ങ് ജീവിക്കാമെന്നോ? കൊല്ലും നിന്നെ ഞാൻ. നീ എന്റെയാ, എന്റേത് മാത്രം. നിന്റെ കൂടെ ഒരു കൂരയ്ക്ക് കീഴിൽ കഴിയാൻ വേണ്ടിയാ എന്റെ വീട്ടുകാരുടെ ഇവിടെയുള്ളവരുടെയും കണ്ണു വെട്ടിച്ച് ഞാൻ ഈ കളിയൊക്കെ കളിച്ചത്. നിന്റെ പ്രണയം അതെനിക്ക് കിട്ടണം. നിന്റെ മക്കളെ എനിക്ക് പ്രസവിക്കണം. ഞാൻ എന്തൊക്കെയാണോ ആശിച്ചത് അതെല്ലാം എനിക്ക് കിട്ടിയിരിക്കണം. മതി, എല്ലാം നീ പറയുന്ന പോലെ തന്നെ. അതിനപ്പുറം ഒന്നുമില്ല എനിക്ക്, അറിയാലോ. തൽക്കാലം നീ ഇപ്പൊ പോ മതി. ഇല്ലെങ്കിൽ ഈ രാത്രി കൊണ്ട് തന്നെ എല്ലാം തീരും. സിജ, എന്തു പറ്റി സിജ? അത് എന്താ, ഉറങ്ങിയില്ലേ? ഞാൻ ഇത്തിരി വെള്ളം എടുക്കാൻ ഇറങ്ങിയതാ. എന്നും എടുത്തു വെക്കുന്നതാ. ഇന്നത്തെ തിരക്കിൽ അതും മറന്നുപോയി. ഞാനെന്തോ ശബ്ദം കേട്ടു, അതാ നോക്കിയത്. കുട്ടിമണി ഉറങ്ങിയില്ലേ? സംസാരം കേട്ട പോലെ തോന്നി. ഉറങ്ങി, ഉറക്കത്തിൽ കിടന്ന് എന്തോ പറയുന്നതാ തോന്നിയത്.